സോ ഓഷൻ കറൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓഷൻ കറൻസ് നിങ്ങളെല്ലാവരും ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി വയ്ക്കുക. ജോഗ്രഫിയിൽ ഓഷൻ കറൻസും കാര്യങ്ങളായിട്ടുള്ള കൺസെപ്റ്റ് എപ്പോഴും ക്ലിയർ ആക്കി വയ്ക്കുക. കൺഫ്യൂഷനായി പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വീഡിയോസിൽ ഇതിനു മുമ്പുള്ള വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്, യു ജസ്റ്റ് കീപ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ന്യൂട്രൽ. അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കേണ്ട, ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഓരോ കറണ്ടിൻ്റെ പേരും എടുത്തിട്ട് വാം കോൾഡ് എന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മറന്നു. പക്ഷേ കൺസെപ്റ്റ് ക്ലാരിറ്റിയിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ വെച്ച് ഒട്ടുമിക്ക എല്ലാ കറൻസിൻ്റെ പേരും ലൊക്കേഷൻ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രസീൽ ആയാലും കയൻ കറണ്ട് ആയാലും പെറുവിയൻ കറണ്ട് ആയാലും എല്ലാം എന്താണ് മൊസാംബിക് കറണ്ട്, ഇതെല്ലാം എന്തൊക്കെയാണ് പേര് വെച്ചിട്ടാണ്. Lead IAS, crafted by the toppers. ഹലോ ഗൈസ്, വെൽക്കം ടു ലീഡ് IAS. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജോഗ്രഫി ക്വസ്റ്റ്യൻസ് ആണ്. സോ നമുക്ക് കൂടുതൽ കഥ പറയാതെ നേരെ ജോഗ്രഫി ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. ഓക്കെ, ദ ഓഷൻ ഫ്ലോർസ് ആർ ഡിവൈഡഡ് ഇൻ ടു കോണ്ടിനെൻ്റൽ ഷെൽഫ്, കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, ഡീപ് സീ പ്ലെയിൻസ് ആൻഡ് ദ ഓഷൻ ഡീപ്സ് എന്ന് പറയുന്നുണ്ട്. ദെൻ ക്വസ്റ്റ്യൻ എന്താണ്? കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് റിഗാർഡിംഗ് ഓഷൻ ഫ്ലോസ്. ഓഷൻ ഫ്ലോസിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. ദ കോണ്ടിനെൻ്റൽ ഷെൽഫ് ഈസ് ദ എക്സ്റ്റെൻഡഡ് മാർജിൻ ഓഫ് ദ കോണ്ടിനെൻറ്റ് ഷോയിങ് ആൻ ആവറേജ് ഗ്രേഡിയൻറ്റ് ഓഫ് 1 degree ഓർ ഈവൻ ലെസ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? എന്താണ് നിങ്ങളുടെ ഐഡിയ? ഓഷൻ ഫ്ലോർസ് ആർ ഡിവൈഡഡ് ഇൻ ടു 1 continental shelf, 2 continental slope, 3 deep sea plains and 4 ocean deeps. സോ സം കൈൻഡ് ഓഫ് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു തവണയെങ്കിലും നിങ്ങൾ ഈ കൺസെപ്റ്റിലൂടെ പോയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ NCERT വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്താണ് ഇതൊരു ഓർഡറിലാണ് പോയിട്ടുള്ളത് അല്ലേ? ഫസ്റ്റ് കോണ്ടിനെൻ്റൽ ഷെൽഫ്, ദെൻ കോണ്ടിനെൻ്റൽ സ്ലോപ്പ്, ഡീപ് സീ പ്ലെയിൻസ് ആൻഡ് ഓഷൻ ഡീപ്സ്. ആ ഒരു ഓർഡറിലാണ് പോകുന്നത്, ഓഷൻ ഫ്ലോറിൻ്റെ ഓർഡറിലാണ് പോകുന്നത്. സോ കോണ്ടിനെൻ്റൽ ഷെൽഫ് ആയിരിക്കും ഫസ്റ്റ് വൺ, റൈറ്റ്? അപ്പോൾ അവിടെ എന്താണ് എക്സ്റ്റെൻഡഡ് മാർജിൻ ഓഫ് ദ കോണ്ടിനെൻറ്റ്സ് എന്ന് പറയുന്നതിൽ എന്താണ് ഒരു കുഴപ്പമില്ല, സെയിംസ് ജനറൽ അല്ലേ? കോണ്ടിനെൻ്റൽ ഷെൽഫ്, extended margin of continents, fine. Then showing an average gradient of 1 degree or even less. അപ്പോൾ ആദ്യം കോണ്ടിനെൻ്റൽ ഷെൽഫ്. സോ കോണ്ടിനെൻറ്റിൻ്റെ ഒരു എക്സ്റ്റെൻഡ് എന്നാണ് പറയുന്നത്. സോ ദാറ്റ് മീൻസ് എന്താണ് അവിടെ ഒരു ഗ്രേഡിയൻറ്റ് കുറവായിരിക്കും. കോണ്ടിനെൻ്റൽ സ്ലോപ്പ് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടൊരു സ്ലോപ്പ് ആയിട്ടാണ് പോകുന്നത്. സോ അപ്പോൾ എന്താണ് കോണ്ടിനെൻ്റൽ ഷെൽഫ് എന്ന് പറയുമ്പോൾ ഒരു ആവറേജ് ഗ്രേഡിയൻറ്റ് 1 degree ഓർ ഈവൻ ലെസ് എന്ന് പറയുമ്പോൾ ദാറ്റ് സീംസ് ടു ബി എന്താണ് പ്രാക്ടിക്കലി ആയിട്ട് അത് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്. സോ സ്റ്റേറ്റ്മെൻറ്റ് 1 ക്യാൻ ബി കറക്റ്റ്. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 2 നോക്കുക, കാനിയോൺസ് ആൻഡ് ട്രെഞ്ചസ് ക്യാൻ ബി. നമ്മൾ ഈ ക്യാൻ ബി, കുഡ് ബി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എന്താണ് ഒരു ജനറൽ നേച്ചർ കൊണ്ടുവരുന്നൊരു കീവേഡ്സ് ആണ്. അപ്പോൾ ക്യാൻ ബി എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു ശരിയാകാനുള്ള പോസിബിലിറ്റിയാണ് അവിടെ കൂടുതൽ വരുന്നത്. ക്യാൻ ബി ഒബ്സർവ്ഡ് ഓൺ ദ കോണ്ടിനെൻ്റൽ സ്ലോപ്പ്. സോ കോണ്ടിനെൻ്റൽ സ്ലോപ്സിൽ എന്താണ് കാനിയോൺസും ട്രെഞ്ചസും കാണാൻ പറ്റും എന്നാണ് പറയുന്നത്. പറ്റും, ക്യാൻ ബി ഒബ്സർവ്ഡ്. അപ്പോൾ അതെന്താണ് ഒരു ജനറൽ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇറ്റ് ക്യാൻ ബി ഒബ്സർവ്ഡ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് ശരിയാണ്. ദെൻ തേർഡ്, ഡീപ് സീ പ്ലെയിൻസ് ആർ ദ ഫ്ലാറ്റസ്റ്റ് ആൻഡ് സ്മൂത്തസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻറ്റ്സ്. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാകാം. എങ്ങനെ ഡൗട്ട് ഉണ്ടാകാം? ഡീപ് സീ പ്ലെയിൻസ് ആണോ ഫ്ലാറ്റസ്റ്റ് എന്ന് പറയുന്നത്? അപ്പോൾ ഡീപ് സീ പ്ലെയിൻസ് ആർ ഫ്ലാറ്റും ആൻഡ് സ്മൂത്തും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഡൗട്ട് തോന്നില്ല. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ഡീപ് സീ പ്ലെയിൻസ് ആർ ദ ഫ്ലാറ്റസ്റ്റ് ആൻഡ് സ്മൂത്തസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ലോജിക്കലി തിങ്ക് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെല്ലാവരും ബീച്ചിൽ പോയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ബീച്ചിൽ പോകുമ്പോൾ ബീച്ചിലെ സാൻഡ് എന്താണ് കുറച്ചുകൂടെ കമ്പയർഡ് ടു നമ്മുടെ ലാൻഡിലെ സാൻഡിനെ കാട്ടിയും കമ്പയർഡ് ടു ലാൻഡ് സാൻഡ് എന്താണ് അത് കുറച്ചുകൂടെ സ്മൂത്ത് ആയിരിക്കും അല്ലേ? സ്മൂത്ത് ആയിരിക്കും, കുറച്ചുകൂടെ ഫ്ലാറ്റ് എന്നുള്ള രീതി. കാരണം എന്താണ് ഒരു ഫൈൻ സെഡിമെൻറ്റ്സ് ആണ് അവിടെ ബീച്ചിൽ വരുന്നത്. അപ്പോൾ ബീച്ച് കഴിഞ്ഞിട്ട് ദെൻ കോണ്ടിനെൻ്റൽ ഷെൽഫ് കഴിഞ്ഞ് കോണ്ടിനെൻ്റൽ സ്ലോപ്പ് കഴിഞ്ഞ് പിന്നെ ഡീപ് സീ പ്ലെയിനിലോട്ട് പോകുമ്പോൾ ഇത് കുറച്ചുകൂടെ സ്മൂത്ത് ആകാനുള്ള ചാൻസ് ഇല്ലേ? കുറച്ചുകൂടെ ഫ്ലാറ്റ് ആകാനുള്ള ചാൻസ് ഇല്ലേ? ജസ്റ്റ് നിങ്ങളുടെ ഒരു പ്രാക്ടിക്കൽ നോളജ് കൊണ്ടുവന്നാൽ മതി, റൈറ്റ്? അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഡീപ് സീ പ്ലെയിൻ ആണതല്ലേ? അപ്പോൾ ഫ്ലാറ്റസ്റ്റ് എന്ന് പറയുന്നതിൽ ഒരു കുഴപ്പമില്ല. ഡീപ് സീ പ്ലെയിൻസ് ആർ ദ ഫ്ലാറ്റസ്റ്റ് ആൻഡ് സ്മൂത്തസ്റ്റ് റീജിയൻ ഓഫ് ദ വേൾഡ് വിച്ച് ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻറ്റ്സ്. ഫൈൻ ഗ്രെയിൻഡ് സെഡിമെൻറ്റ്സ് ഒരു ഡൗട്ടില്ല, കാരണം അതുകൊണ്ടായിരിക്കണം ഫ്ലാറ്റസ്റ്റ് ആൻഡ് സ്മൂത്തസ്റ്റ്. സോ അത് തമ്മിലൊരു കണക്ഷൻ ഉണ്ട് അല്ലേ? പിന്നെ നമ്മുടെ ഒരു പ്രാക്ടിക്കൽ നോളജ്, കടലിലെ മണ്ണും കാര്യങ്ങളും ബീച്ച് സാൻഡും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്കിതിന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നോക്കുമ്പോൾ തേർഡ് സ്റ്റേറ്റ്മെൻറ്റ് ക്യാൻ ഓൾസോ ബി കറക്റ്റ് ഓപ്ഷൻ. സോ അങ്ങനെ നോക്കുമ്പോൾ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സി, ഓൾ 3 pairs. സോ ഇതാണ് ഒരു ഐഡിയ. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല, മാക്സിമം നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ റീകളക്ട് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അത് ഇപ്പോൾ നമ്മൾ ബുക്കിൽ വായിച്ചു NCERT പേജിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഒന്ന് റീകളക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ ഒന്നുകിൽ ഈഗോ അടിക്കും, അതായത് ഇത് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്തേ പറ്റുള്ളൂ, ഞാൻ പഠിച്ചിട്ടുള്ളതാണ് എന്നുള്ള ഈഗോ അടിക്കും. സോ അതൊക്കെ ഒരു പ്രശ്നമാണ് അല്ലേ?
കാരണം നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നമുക്ക് മാക്സിമം ഒരു മിനിറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ 2-3 മിനിറ്റും വെച്ച് ഇരുന്ന് കഴിഞ്ഞാൽ, ഇതുപോലത്തെ ഈഗോ അടിച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തേ തീരുള്ളൂ എന്നുള്ളൊരു ഈഗോ അടിച്ച് കഴിഞ്ഞാൽ നമ്മൾ 3-4 മിനിറ്റൊക്കെ ഒരു ക്വസ്റ്റ്യൻ എടുക്കും. അത് നമുക്ക് നല്ലൊരു ലോസ് മേക്ക് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരിക്കലും റീകളക്ട് ചെയ്യാൻ ശ്രമിക്കരുത്. മാക്സിമം ഈ ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് സ്റ്റിക്ക് ചെയ്തിട്ട് ഇതിനകത്തു നിന്നുള്ളൊരു ക്ലൂവും കാര്യങ്ങളും എടുത്തിട്ട് നിങ്ങളുടെ കുറച്ച് പ്രാക്ടിക്കൽ നോളജും കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസും കറക്റ്റ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, move to the next question. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. പലർക്കും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നത്, ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറയും കുറച്ച് ബുദ്ധിമുട്ട് വരുന്നതാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് റീസൺ വരുന്ന ക്വസ്റ്റ്യൻസ് കുറച്ച് പേർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതിൽ മെയിനായിട്ട് വരുന്ന 1ഉം 2ഉം കറക്റ്റ് എന്നുള്ളതിലല്ല, ഒരു പക്ഷേ 2 ആണ് 1ൻ്റെ റീസൺ എന്നുള്ള ആ റീസൺ മേക്ക് ചെയ്യാനുള്ള ആ റീസൺ ബന്ധം സ്ഥാപിക്കാനുള്ളൊരു പ്രശ്നമാണ് പലർക്കും ഫീൽ ചെയ്യുന്നത്. നമുക്കിവിടെ നോക്കാം. കമ്പയർ ടു അറേബ്യൻ സീ, a low salinity trend is observed in Bay of Bengal. അറേബ്യൻ സീ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബേ ഓഫ് ബംഗാളിൽ ഒരു ലോ സാലിനിറ്റി ട്രെൻഡ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സ്റ്റേറ്റ്മെൻറ്റ് 1-ൽ. then സ്റ്റേറ്റ്മെൻറ്റ് 2 വായിക്കാം. ഇവിടെ സ്റ്റേറ്റ്മെൻറ്റ് 2-ലാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുന്നത്. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എക്സെട്ര ആർ ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ് വിച്ച് ഡ്രെയിൻസ് ഇൻ ടു ബേ ഓഫ് ബംഗാൾ. അപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഫാക്റ്റ് ആദ്യം ചെക്ക് ചെയ്യാം. സ്റ്റേറ്റ്മെൻറ്റ് 2 കറക്റ്റ് ആണോ ഇല്ല എന്നുള്ള ഫാക്റ്റ് ചെക്ക് ചെയ്യാം. മഹാനദി ഈസ്റ്റ് ഫ്ലോയിങ് ആണ്, റൈറ്റ് അല്ലേ. ഗോദാവരി ഈസ്റ്റ് ഫ്ലോയിങ്, കൃഷ്ണ, കാവേരി ആൻഡ് എക്സെട്ര വേറെ ഒരുപാട് റിവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ആർ ദ ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ഒരു സംശയമില്ല. ഈസ്റ്റ് ഫ്ലോയിങ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ദേ വിൽ ഗോ ടു ബേ ഓഫ് ബംഗാൾ. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു ഡൗട്ടും ഇല്ല. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ്സെൽഫ് ഈസ് എന്താണ്, കറക്റ്റാണ്. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇൻകറക്റ്റ് എന്ന് പറയുന്ന ഡി നമുക്ക് ക്യാൻസൽ ചെയ്യാം, റൈറ്റ്. ഇനി നമുക്ക് നോക്കുക ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ എന്താ പറയുന്നത്. കമ്പയർ ടു അറേബ്യൻ സീ ലോ സാലിനിറ്റി ട്രെൻഡ് ഈസ് ഒബ്സർവ്ഡ് ഇൻ ബേ ഓഫ് ബംഗാൾ. ലോ സാലിനിറ്റി എവിടെയാണ്, ബേ ഓഫ് ബംഗാളിൽ കമ്പയർ ടു അറേബ്യൻ സീ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ പറയുന്ന ഈ ബന്ധം നമുക്ക് സ്ഥാപിക്കാൻ പറ്റണം. ഇവിടെ കൂടുതൽ എന്താണ്, കൂടുതൽ റിവേഴ്സ് ഫ്ലോ ചെയ്ത് ഇറങ്ങുന്നുണ്ട് അല്ലേ. കമ്പയർ ടു അറേബ്യൻ സീയെക്കാട്ടും കൂടുതൽ റിവേഴ്സ് ബേ ഓഫ് ബംഗാളിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു ഉപ്പിട്ട നാരങ്ങ വെള്ളത്തിൽ ഉപ്പിൻ്റെ അളവ് കൊടുക്കാൻ നമ്മൾ കുറച്ചുകൂടി വെള്ളം ചേർക്കും അല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ഒരു ഉപ്പുള്ള സാധനത്തിൽ കുറച്ചുകൂടി വെള്ളം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി കുറച്ചുകൂടി ഡൈല്യൂട്ട് ആകും അല്ലേ. ആ സ്ട്രോങ് കോൺസെൻട്രേഷനിൽ നിന്ന് കുറച്ചുകൂടെ ഡൈല്യൂട്ട് ആകും. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇതുപോലത്തെ ഫ്രഷ് വാട്ടേഴ്സ് അല്ലെങ്കിൽ റിവേഴ്സ് കൂടുതൽ ഇൻഫ്ലക്സ് വരുമ്പോൾ എന്ത് സംഭവിക്കും, ആ സീയുടെ സലനിറ്റി കുറയാനുള്ള ചാൻസ് ഉണ്ട്, റൈറ്റ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആയിരിക്കും. കാരണം ബേ ഓഫ് ബംഗാളിൽ കൂടുതൽ റിവർ ഇൻഫ്ലക്സ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1. എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ സ്റ്റേറ്റ്മെൻറ്റ് 2 തരുന്നുണ്ട്. അപ്പോൾ എന്താണ്, രണ്ട് സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഇസ് ദ കറക്റ്റ്. ആ ബന്ധം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലേ. ഇതിനകത്ത് കിടന്ന് നോക്കേണ്ട, നമ്മൾ എന്ത് ചെയ്യാം, ജസ്റ്റ് തിങ്ക് ചെയ്യാം. ഈസ്റ്റ് ഫ്ലോയിങ് റിവേഴ്സ്, ഓക്കെ. അപ്പോൾ കൂടുതൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി സാലിനിറ്റി കുറയും. അപ്പോൾ സാലിനിറ്റി കുറയും മീൻസ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണ്. കാരണം കൂടുതലും റിവേഴ്സ് ഇൻഫ്ലക്സ് വരുന്ന ബേ ഓഫ് ബംഗാളിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയായി, സ്റ്റേറ്റ്മെൻറ്റ് 2 നമുക്ക് ഓൾറെഡി ശരിയായി. ദെൻ സ്റ്റേറ്റ്മെൻറ്റ് 1 എങ്ങനെയാണ് നമ്മൾ ശരിയാക്കിയ, സ്റ്റേറ്റ്മെൻറ്റ് 2ൻ്റെ ബാക്കപ്പ് വെച്ചിട്ട്. ദാറ്റ് മീൻസ് എന്താണ്, സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1, റൈറ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൽ ഈ റീസെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൂടുതൽ തല പുകയ്ക്കരുത്. അത് അത്ര പാടുള്ള ക്വസ്റ്റ്യൻ അല്ല, അത്ര പാടുള്ള ഒരു പാറ്റേൺ അല്ല. ആക്ച്വലി ഇറ്റ് ഈസ് സിമ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിയെന്ന് വയ്ക്കുക, നിങ്ങൾക്ക് അറിയാനുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി, ഇപ്പോൾ ഇവിടുത്തെ ഇതിൽ ഏതെങ്കിലും ഒരു വെസ്റ്റ് ഫ്ലോയിങ്, ഇപ്പോൾ നർമ്മദ കൂടെ തന്നെന്ന് വയ്ക്കുക, കൃഷ്ണ നർമ്മദ കൂടെ ഇതിൻ്റെ കൂടുതൽ തന്നെന്ന് വയ്ക്കുക. അപ്പോൾ നിങ്ങളവിടെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ഓക്കെ നർമ്മദ എന്താണ്, അപ്പുറത്തോട്ട് പോകുന്നതാണ്, വെസ്റ്റിലോട്ട് ഫ്ലോ ചെയ്യുന്ന റിവറാണ് നർമ്മദ. അപ്പോൾ ആ ഫാക്ട് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റി. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഈസിയാണ്. എന്താണ് ഈസി, ഡയറക്റ്റ്ലി സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് എന്ന് പറയുന്നത് ഒറ്റ ഓപ്ഷനിൽ മാത്രമല്ല, നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം. അവിടെ ബന്ധം സ്ഥാപിക്കാനോ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കാനോ ഒന്നും പോകണ്ട, ഡയറക്റ്റ്ലി അങ്ങോട്ട് പോകാം. അതുപോലെ തന്നെ സിമിലർലി ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആയി കഴിഞ്ഞാലും എന്താണ്, നമുക്കതിലോട്ട് പോകാൻ പറ്റും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാം കറൻസ്. സോ ഓഷൻ കറൻസിനെ പറ്റിയുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ ഓഷൻ കറൻസ് നിങ്ങളെല്ലാവരും ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആക്കി വയ്ക്കുക. ജോഗ്രഫിയിൽ ഓഷൻ കറൻസും കാര്യങ്ങളുമായിട്ടുള്ള കൺസെപ്റ്റ് എപ്പോഴും ക്ലിയർ ആക്കി വയ്ക്കുക. സോ കൺസെപ്റ്റ് ക്ലിയർ ആണെങ്കിൽ നമുക്കിത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കും. ഓക്കെ, നമുക്ക് നോക്കാം.
വാം കറൻസ് ബ്രിങ് വാം വാട്ടേഴ്സ് ഇൻ ദി കോൾഡ് ഏരിയാസ് ആൻഡ് ആർ ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻസ് ഇൻ ദ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഒരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ കൺഫ്യൂഷനായി പാനിക് ആവാനുള്ള ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പല വീഡിയോസിൽ ഇതിനുമ്പോൾ വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നാണ്, യു ജസ്റ്റ് കീപ് ദ സ്റ്റേറ്റ്മെൻറ്റ് ആസ് ന്യൂട്രൽ. അതിനെപ്പറ്റി കൂടുതലൊന്നും ആലോചിക്കേണ്ട, ജസ്റ്റ് അവിടെ വളരെ കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് അതിനെ ന്യൂട്രലാക്കി വെക്കുക. ദെൻ സെക്കൻഡിലോട്ട് പോവുക. ദ പോർട്സ് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ് റിമെയിൻ ഐസ് ഫ്രീ ഡ്യൂറിങ് വിന്റർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. ഈ ഫാക്ച്വൽ നോളജ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്താണ്? ഒരു വാം കറന്റ് ആണ്. അതിന്റെ പ്രസൻസ് കാരണം വിന്ററിൽ എന്താണ്? യൂറോപ്പിന്റെ ആ ഒരു പാർട്ട് എന്താണ്? ഇറ്റ് റിമെയിൻസ് ഐസ് ഫ്രീ എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. സോ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്. അതിന് ആർക്കും ഒരു ഡൗട്ട് ഇല്ല, റൈറ്റ്? ദെൻ തേർഡ് നോക്കുക. The mixing of Oyasho and Kuroshio currents gives rise to major fishing grounds of the world. ഇപ്പോൾ നമുക്കറിയാം മേജർ ഫിഷിംഗ് ഗ്രൗണ്ട്സ് മോസ്റ്റ്ലി നമ്മൾ ഈ കൺസെപ്റ്റ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്ന എന്താണ്? വാം വാട്ടർ കറൻസും കോൾഡ് വാട്ടർ കറൻസും നമ്മൾ മീറ്റ് ചെയ്യുന്ന പാർട്ടിലാണ് എന്ത് വരുന്നത്? മേജർ ആയിട്ടുള്ള ഫിഷിംഗ് ഗ്രൗണ്ട്സ് വരുന്നുണ്ട്. ഒരു പോസിബിലിറ്റി നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് ക്ലാരിറ്റി നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഈ കറൻസ് ഏതൊക്കെ ടൈപ്പ് കറൻസ് ആണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇപ്പം ഒയേഷ്യോ എന്ന് പറയുമ്പോൾ എന്താണ്? ഒരു കോൾഡ് വാട്ടർ കറൻറ്റും കുറേഷ്യോ വാം വാട്ടർ കറൻറ്റോ ആണ് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് അറിയാമായിരിക്കും. സോ ആ ഒരു ഐഡിയ വെച്ചിട്ട് എന്താണ്? സോ ഡെഫിനറ്റ്ലി കോൾഡ് വാട്ടറും വാം വാട്ടറും തമ്മിലുള്ള മിക്സിംഗ് ആണ് വരുന്നത്. സോ ഡെഫിനറ്റ് ആയിട്ടൊരു മേജർ ഫിഷിംഗ് ഗ്രൗണ്ട് അവിടെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. സോ തേർഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഓൾസോ കറക്റ്റ്. സോ സെക്കൻഡും തേർഡ് സ്റ്റേറ്റ്മെന്റും ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയുള്ളത് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് എങ്ങനെ നോക്കാമെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്കൊരു ഡൗട്ട് വന്നല്ലേ? ആൾറെഡി നമ്മൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടൊന്ന് മാറ്റി വെച്ച സ്റ്റേറ്റ്മെന്റ് ആണ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇന്ന് കുറച്ച് ഡീപ്പായിട്ട് പോകാം. ദ വാം കറൻസ് ബ്രിങ് വാം വാട്ടേഴ്സ് ഇൻ ദ കോൾഡ് ഏരിയാസ് ആൻഡ് ആർ ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻസ് ഇൻ ദ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് ഓഫ് നോർത്തേൺ ഹെമിസ്ഫിയർ. ഇപ്പം ഇവിടെ നമുക്ക് കിട്ടുന്നത് നോർത്തേൺ ഹെമിസ്ഫിയർ ആണ് ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് ഇതിനെ പയ്യെ 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 ഡീകൺസ്ട്രക്ട് ചെയ്ത് ആൻസറിലോട്ട് എത്താം. നോർത്തേൺ ഹെമിസ്ഫിയറിൻ്റെ ഹയർ ലാറ്റിറ്റ്യൂഡ്സ് അതിൻ്റെ എവിടെയാണ്? പ്രോപ്പറായിട്ട് നോക്കുകയാണെങ്കിൽ വെസ്റ്റ് കോസ്റ്റ്. സോ ഈ ഇത്രയും കാര്യങ്ങൾ നമുക്ക് എടുക്കാം. വെസ്റ്റ് കോസ്റ്റ്, നോർത്തേൺ ഹെമിസ്ഫിയർ, ഹയർ ലാറ്റിറ്റ്യൂഡ്സ്. അപ്പോൾ നോർത്തേൺ ഹെമിസ്ഫിയറിൽ നമുക്ക് എടുക്കാം. ആരെ എടുക്കാം? ഇവിടെ പറയുന്ന ഒരു യൂറോപ്പിനെ തന്നെ എടുക്കാം അല്ലേ? ഇപ്പോൾ യൂറോപ്പിനെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈ ബോക്സ് യൂറോപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ യൂറോപ്പിൻ്റെ വെസ്റ്റേൺ കോസ്റ്റ് അല്ലേ? നമുക്ക് എല്ലാവർക്കും അറിയാം ഇതാണ് വെസ്റ്റേൺ കോസ്റ്റ്, ഇത് ഈസ്റ്റ്. ഈ ബേസിക് ഡയറക്ഷൻസ് എല്ലാവർക്കും അറിയാമല്ലോ. അതൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാത്ത രീതിയിൽ തന്നെ അത് ക്ലിയർ ആക്കി വയ്ക്കുക. വെസ്റ്റ് എവിടെയാണ്, ഈസ്റ്റ് എവിടെയാണെന്നൊന്ന് ക്ലിയർ ആക്കി വയ്ക്കാം. അപ്പം ഇത് യൂറോപ്പ് ആണെങ്കിൽ അതിൻ്റെ വെസ്റ്റ് കോസ്റ്റ് ഇവിടെയാണ്. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? അപ്പം ഹയർ ലാറ്റിറ്റ്യൂഡ് എന്നുള്ളതുമായി നോർത്തേൺ ഹെമിസ്ഫിയറുമായി വെസ്റ്റ് കോസ്റ്റുമായി വാം കറൻസ് ബ്രിങ് വാം വാട്ടേഴ്സ് ഇൻ ടു കോൾഡ് ഏരിയാസ്. അപ്പോൾ ഇതെന്തായാലും കോൾഡ് ഏരിയ ആണല്ലോ, കോൾഡ് ഏരിയ ആണ്. ആർ ഫൗണ്ട് ദെൻ വാം കറൻസ്. ആ ഏരിയാസിൽ എവിടെയെങ്കിലും വാം കറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. ഇത്രയും ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുന്നുണ്ട് അല്ലേ? എവിടെ നിന്നാണ് ഒരു ക്ലൂ നിങ്ങളുടെ മൈൻഡിൽ സ്പാർക്ക് വരുന്നുണ്ട്. ഇവിടെ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് നോക്കുക. നിങ്ങൾ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ് പറയുന്നത്? ദ പോർട്സ് ഓഫ് ദ വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ്. ഇത് തന്നെ അല്ലേ? വെസ്റ്റേൺ കോസ്റ്റ് ഓഫ് യൂറോപ്പ് റിമെയിൻ ഐസ് ഫ്രീ ഡ്യൂറിങ് വിന്റർ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ്. സോ ഈ നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് എന്താണെന്ന് നമുക്കറിയാം. ഇറ്റ് ഈസ് എ വാം കറന്റ്. അതുകൊണ്ടാണ് ഇറ്റ് റിമെയിൻസ് ഐസ് ഫ്രീ. സോ വാം കറൻസ് ഓക്കെ ആണ്. ബ്രിങ് വാം വാട്ടേഴ്സ് ഇൻ ദ കോൾഡ് ഏരിയാസ് ദാറ്റ് ഈസ് യൂറോപ്പ് ആൻഡ് ആർ ഫൗണ്ട് ഓൺ ദ വെസ്റ്റ് കോസ്റ്റ് ഓഫ് കോണ്ടിനെൻസ്. യൂറോപ്പിന്റെ വെസ്റ്റ് കോസ്റ്റിൽ എന്തുണ്ട്? നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് ഉണ്ട്. ഇൻ ദ ഹയർ ലാറ്റിറ്റ്യൂഡ്, യൂറോപ്പ് ഹയർ ലാറ്റിറ്റ്യൂഡ്സിലാണ്, നോർത്തേൺ ഹെമിസ്ഫിയറിലുമാണ്. സോ എന്താണ്? 1 ഉണ്ടെങ്കിൽ 2 ഉണ്ട്, 2 ഉണ്ടെങ്കിൽ 1 ഉണ്ട്. ഇവർ ഒരുമിച്ചേ പോകൂ. ആ ക്ലൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കഴിഞ്ഞ തൊട്ടടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ അതിൻ്റെ ഒരു ക്ലൂ വരുന്നുണ്ട്, റൈറ്റ്? അപ്പം ആ ഒരു ബന്ധം നിങ്ങൾ എടുക്കുക. ഇപ്പം ആ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അത്ര ടഫൊന്നുമില്ല. ഒരു ഒറ്റ നോട്ടം നിങ്ങൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ആദ്യം വായിക്കാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഡൗട്ട്, പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ എക്സാമ്പിളാണ് വരുന്നത്. ആ ഒരു കണക്ഷൻ നിങ്ങൾ മേക്ക് ചെയ്യുക. ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തന്നിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ ലൊക്കേഷൻ എടുക്കാം. വെസ്റ്റ് കോസ്റ്റ്, നോർത്തേൺ ഹെമിസ്ഫിയർ, നിങ്ങൾക്ക് ബേസിക്കലി എടുക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷൻ എടുത്തിട്ട് അത് സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. സോ ബേസിക്കലി ഇതുപോലത്തെ ക്വസ്റ്റ്യൻസിൽ ഇപ്പം ഈ കറൻസും കാര്യങ്ങളും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ കറൻസിനെ കാണാതെ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. ഇപ്പം നമുക്ക് കറക്റ്റ് കുറോഷ്യോ വാമാണ് അല്ലെങ്കിൽ ഒയേഷ്യോ
കോൾഡ് ആണെന്ന് എല്ലാവർക്കും ഒരു പക്ഷേ നമുക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അറിയാം. ഇപ്പോൾ വാം ഇക്വറ്റോറിയൽ കറണ്ട് ആണ് അല്ലേ. അപ്പോൾ വാം ഇക്വറ്റോറിയൽ കറണ്ട് വാം ആണെന്ന് എല്ലാവർക്കും ആ ബേസിക് കൺസെപ്റ്റ് അറിയാം. സോ ഇക്വറ്റോറിയൽ കറണ്ട് ഇപ്പം അറ്റ്ലാന്റിക് ഓഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പം അറ്റ്ലാന്റിക് ഓഷൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം നമുക്ക് എന്താണ്, ഇപ്പോൾ വാം ഇക്വറ്റോറിയൽ കറണ്ട് വരുന്നുണ്ട്. ദെൻ നമുക്ക് അവിടെ എന്താണ്, ആ ബ്രസീലിൻ്റെ അവിടെ വന്നിട്ട് എന്ത് പറ്റുന്നുണ്ട്, അത് താഴോട്ട് പോകുന്നുണ്ട് അല്ലേ, അവിടുത്തെ ലൊക്കേഷൻ കാരണം അത് താഴോട്ട് പോകുന്നുണ്ട്. സോ അതുകൊണ്ട് അതിന് എന്താ പേരാണ്, ബ്രസീലിയൻ കറണ്ട്. സോ അവിടെ ബ്രസീലിയൻ കറണ്ട് എന്താണ്, വാം കറണ്ട്. ഡെഫിനറ്റ്ലി ഇറ്റ്സ് എ കണ്ടിന്യൂഷൻ ഓഫ് ഇക്വറ്റോറിയൽ കറണ്ട് അല്ലേ. അപ്പം അതുപോലെ തന്നെയാണ് തൊട്ട് മുകളിലോട്ട് പോകുന്ന കറൻസ് എന്താണ്, വാമാണ്. പിന്നെ പോൾസിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, പോളാർ സൈഡിൽ എത്തുമ്പോൾ അവിടെ നിന്ന് എന്ത് വരുന്നുണ്ട്, എപ്പോഴും കോൾഡ് കറൻസ് വരുന്നുണ്ട്. സോ ആ ഒരു കൺസെപ്റ്റ്, ഈ കൺസെപ്റ്റ് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ നെയിംസ് പലപ്പോഴും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അല്ലാതെ നിങ്ങൾ ഓരോ കറണ്ടിൻ്റെ പേരും എടുത്തിട്ട് വാം കോൾഡ് എന്ന് പഠിക്കുകയാണെങ്കിൽ അത് ഒരു പക്ഷേ നിങ്ങൾക്ക് മറന്നു. പക്ഷേ കൺസെപ്റ്റ് ക്ലാരിറ്റിയിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ ഈ ലൊക്കേഷൻ വെച്ച് ഒട്ടുമിക്ക എല്ലാ കറൻസിൻ്റെ പേരും ലൊക്കേഷൻ വെച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ ബ്രസീൽ ആയാലും കയൻ കറണ്ട് ആയാലും പെറുവിയൻ കറണ്ട് ആയാലും എല്ലാം എന്താണ്, മൊസാംബിക് കറണ്ട്, ഇതെല്ലാം എന്തൊക്കെയാണ് പേര് വെച്ചിട്ടാണ്, ഐ മീൻ ലൊക്കേഷൻ്റെ പേര് വെച്ചിട്ടാണ് കൂടുതലും പേര് കൊടുത്തിരിക്കുന്നത്. സോ നിങ്ങൾക്ക് ഈസിലി കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ജോഗ്രഫിയുടെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു. സോ മാക്സിമം നിങ്ങൾ കൺസെപ്റ്റ് ക്ലാരിറ്റി ഒന്ന് മേക്ക് ചെയ്ത് വയ്ക്കുക. NCERTസും കാര്യങ്ങളും വായിച്ചിട്ട് ജോഗ്രഫിയുടെ കീ കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് ഇൻ കേസ് ഒരു ആപ്ലിക്കേഷൻ ലെവൽ വന്നാലും നിങ്ങൾക്കത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ സാധിക്കും. സോ ഈ വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. താങ്ക് യു. Lead IAS, crafted by the toppers.